കേരളത്തിലെ ജില്ലകളിൽ ഇന്ന് കോട്ടയം ജില്ല. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം ജില്ല. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം ജില്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് കോട്ടയം. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയും കോട്ടയം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയും കോട്ടയം ജില്ലയാണ്. 3 എല്ലുകളുടെ നാട് എന്നാണ് കോട്ടയം ജില്ല അറിയപ്പെടുന്നത്. ലേക്സ്, ലാറ്റക്സ്, ലെറ്റേഴ്സ്. ലേക്സ്, ലാറ്റക്സ്, ലെറ്റേഴ്സ് എന്നിവയാണ് 3 എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് കോട്ടയം ജില്ല അറിയപ്പെടുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് കോട്ടയം ജില്ല അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യ ഉൾനാടൻ തുറമുഖം കോട്ടയത്തെ നാട്ടിക ആണ്. ഇന്ത്യയിലെ ആദ്യ ഉൾനാടൻ തുറമുഖമാണ് കോട്ടയത്തെ നാട്ടിക. ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നഗരം കോട്ടയം. ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നഗരമാണ് കോട്ടയം. ഹൈറേഞ്ചിലേക്കും കുട്ടനാട്ടിലേക്കും ഉള്ള കവാടം എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ നഗരമാണ് ചങ്ങനാശ്ശേരി. ഹൈറേഞ്ചിലേക്കും കുട്ടനാട്ടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ നഗരമാണ് ചങ്ങനാശ്ശേരി. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ടി രാമറാവുവിനെയാണ്. കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ടി രാമറാവു. മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയിലെ പ്രിയദർശിനി ഹിൽസ് ആണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയിലെ പ്രിയദർശിനി ഹിൽസ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ്. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസാമ്മ. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസാമ്മ. സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള പള്ളി ഭരണങ്ങാനം സെൻറ് മേരീസ് പള്ളി. സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള പള്ളിയാണ് ഭരണങ്ങാനം സെൻറ് മേരീസ് പള്ളി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തെയാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ക്ഷേത്രത്തെയാണ്. സൂര്യനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. സൂര്യനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം.
അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂർ. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂർ. കേരളത്തിൽ മലയാളം അച്ചടിച്ച ആദ്യ പ്രസ്സാണ് കോട്ടയത്തെ CMS പ്രസ്. കേരളത്തിൽ മലയാളം അച്ചടിച്ച ആദ്യ പ്രസ്സാണ് കോട്ടയം CMS പ്രസ്. എന്നാൽ വൈദേശിക സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായുണ്ടായ പ്രസ്സാണ് മാന്നാനം സെന്റ് ജോസഫ് പ്രസ്. വൈദേശിക സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമുണ്ടായ പ്രസ്സാണ് മാന്നാനം സെന്റ് ജോസഫ് പ്രസ്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്ന. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് 1821 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച CMS പ്രസ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് 1821 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച CMS പ്രസ്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്തുള്ള ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്തുള്ള ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി. പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്നത് കുറവിലങ്ങാട് പള്ളിയിലാണ്. പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്നത് കുറവിലങ്ങാട് പള്ളിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി എന്നറിയപ്പെടുന്നത് കോട്ടയത്തെ കുറവിലങ്ങാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി എന്നറിയപ്പെടുന്നത് കോട്ടയത്തെ കുറവിലങ്ങാട്. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ ആദ്യകാല പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ ആദ്യകാല പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ലോകത്തെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം വൈക്കത്തെ വെച്ചൂർ ഗ്രാമമാണ്. ലോകത്തെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം വൈക്കത്തെ വെച്ചൂർ ഗ്രാമമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റി കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റി കോട്ടയമാണ്. കോട്ടയത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കോട്ടയത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മലയാളം അച്ചടിയെയും ലിപിവിന്യാസത്തെയും മാറ്റിമറിച്ച ചന്ദ്രക്കല ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. മലയാളം അച്ചടിയെയും ലിപിവിന്യാസത്തെയും മാറ്റിമറിച്ച ചന്ദ്രക്കല ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് മുൻപ് നടന്ന പൂത്തോട്ട സംഭവത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് മുൻപ് നടന്ന പൂത്തോട്ട സംഭവത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് വൈക്കത്ത് പാച്ചുമുത്ത്. വൈക്കത്ത് പാച്ചുമുത്താണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത്.
5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. 5 വിളക്കുകളുടെ നഗരം അഥവാ സിറ്റി ഓഫ് 5 ലാംപ്സ് എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ വാഗമണ്ണാണ്. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ വാഗമൺ. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കോട്ടയമാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയും കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയും കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് ബേക്കേഴ്സ് മെമ്മോറിയൽ സ്കൂൾ, കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് കോട്ടയത്തെ ബേക്കേഴ്സ് മെമ്മോറിയൽ സ്കൂൾ. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. കേരള പോലീസിൻ്റെ ആദ്യ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിതമായ നഗരം കോട്ടയമാണ്. കേരള പോലീസിൻ്റെ ആദ്യ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിതമായ നഗരം കോട്ടയം. കേരള ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെല്ലൂരാണ്. കേരള ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെല്ലൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ നോഹയുടെ പേടകം സ്ഥാപിച്ചിരിക്കുന്ന പള്ളി പുഷ്പഗിരി സെൻറ്റ് ജോസഫ് പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ നോഹയുടെ പേടകം സ്ഥാപിച്ചിരിക്കുന്നത് പുഷ്പഗിരി സെൻറ്റ് ജോസഫ് പള്ളി. പുഷ്പഗിരി സെൻറ്റ് ജോസഫ് പള്ളി. കോട്ടയം ജില്ലയിലെ അയ്മനത്തെയും മീനച്ചിലാറിനെയും പശ്ചാത്തലമാക്കി അരുന്ധതി റോയ് രചിച്ച കൃതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കോട്ടയം ജില്ലയിലെ അയ്മനത്തെയും മീനച്ചിലാറിനെയും പശ്ചാത്തലമാക്കി അരുന്ധതി റോയ് രചിച്ച കൃതിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ന്യൂഡൽഹിയിൽ ശാഖ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ബാങ്കാണ് പാല സെൻട്രൽ ബാങ്ക്. ന്യൂഡൽഹിയിൽ ശാഖ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ബാങ്കാണ് പാല സെൻട്രൽ ബാങ്ക്. തെക്കേ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആദ്യമായി ആരംഭിച്ച ജില്ലയാണ് കോട്ടയം. തെക്കേ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആദ്യമായി ആരംഭിച്ച ജില്ലയാണ് കോട്ടയം. ഉത്തരവാദിത്വ ടൂറിസം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ്. ഉത്തരവാദിത്വ ടൂറിസം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ്. കോട്ടയം നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു. കോട്ടയം നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു. വെമ്പൊലിനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോട്ടയം. വെമ്പൊലിനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോട്ടയം. പേട്ടതുള്ളലിന് പ്രശസ്തമായ പള്ളിയാണ് എരുമേലി വാവര് പള്ളി. പേട്ടതുള്ളലിന് പ്രശസ്തമായ പള്ളിയാണ് എരുമേലി വാവര് പള്ളി. തങ്ങൾ അടിയന്തരത്തിന് പ്രസിദ്ധമായ ആരാധനാലയമാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി. തങ്ങൾ അടിയന്തരത്തിന് പ്രസിദ്ധമായ ആരാധനാലയമാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളി. ഒറ്റത്തടിയിൽ തീർത്തിരിക്കുന്ന തോണി പ്രദർശിപ്പിച്ചിരിക്കുന്ന രാജകൊട്ടാരമാണ് പൂഞ്ഞാർ രാജകൊട്ടാരം. ഒറ്റത്തടിയിൽ തീർത്ത തോണി പ്രദർശിപ്പിച്ചിരിക്കുന്ന രാജകൊട്ടാരമാണ് പൂഞ്ഞാർ രാജകൊട്ടാരം. ഇനി കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന KR നാരായണൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം വഹിച്ചിരുന്ന KG ബാലകൃഷ്ണൻ, പ്രശസ്ത കവി രാമപുരത്ത് വാര്യർ, സിനിമാ നടനായ മമ്മൂട്ടി, DC ബുക്സ് സ്ഥാപിച്ച DC കിഴക്കേമുറി, ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ മലയാളി വനിതയായ ജാനകി രാമചന്ദ്രൻ, മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ച വൈക്കത്ത് പാച്ചുമുത്ത്, ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന കട്ടക്കയം ചെറിയാൻ മാപ്പിള, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജ എന്നിവർ കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരാണ്.
കേരള ജില്ലകളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഇന്ന് എറണാകുളം ജില്ല. എറണാകുളം ജില്ല രൂപീകൃതമായത് 1958 ഏപ്രിൽ 1. എറണാകുളം ജില്ല രൂപീകൃതമായത് 1958 ഏപ്രിൽ 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന കോട്ട പള്ളിപ്പുറം കോട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികൾ ഉള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് MV റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് MV റാണി പത്മിനി. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെ. വർഷം 2000. 2000-ൽ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ്. കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളം ജില്ലയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ്. കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് 1968-ൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റായ അന്നമ്മ ജേക്കബാണ്. കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായത് 1968-ൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റായ അന്നമ്മ ജേക്കബ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷനാണ് ഫോർട്ട് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഫോർട്ട് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. കേരള ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ പനങ്ങാട്. കേരള ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ പനങ്ങാട്. ബിനാലെയ്ക്ക് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ബിനാലെയ്ക്ക് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. കൊച്ചി തുറമുഖത്തെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരിയാണ് മഹ്വാൻ. കൊച്ചി തുറമുഖത്തെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരി മഹ്വാൻ. ATMിലൂടെ പാൽ ലഭ്യമാക്കുന്ന സംവിധാനം മിൽമ ആദ്യമായി ആവിഷ്കരിച്ചത് കൊച്ചിയിലാണ്. ATMിലൂടെ പാൽ ലഭ്യമാക്കുന്ന സംവിധാനം മിൽമ ആദ്യമായി ആവിഷ്കരിച്ചത് കൊച്ചിയിൽ. മിഷനറിമാരുടേതല്ലാത്ത ആദ്യ മലയാള പത്രമാണ് കൊച്ചിയിൽ നിന്ന് 1864-ൽ പുറത്തിറങ്ങിയ പശ്ചിമ താരക.
മിഷനറിമാരുടേതല്ലാത്ത ആദ്യ മലയാളം പത്രമാണ് കൊച്ചിയിൽ നിന്ന് 1864 പുറത്തിറങ്ങിയ പശ്ചിമതാരക. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഒരു കേരളീയന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല. ഒരു കേരളീയന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല. ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ലോകമാന്യൻ. കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യ പത്രമാണ് ലോകമാന്യൻ. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിക്കും വൈപ്പിൻ ദ്വീപിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കാറിലാണ് സ്ഥാപിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ATM സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിക്കും വൈപ്പിൻ ദ്വീപിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കാറിലാണ് സ്ഥാപിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ കേരളീയൻ ആണ് ചാൾസ് ഡയസ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ കേരളീയനാണ് ചാൾസ് ഡയസ്. കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് FACT. കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് FACT. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയെയാണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. ഇങ്ങനെ വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമാണ് ജപ്പാൻ. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം ജപ്പാൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതും റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതും റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനെ. കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകര മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകര മേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി പനമ്പള്ളി ഗോവിന്ദമേനോൻ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? ഡോക്ടർ സലീം അലി. കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആരാണ്? കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആര്? ഉത്തരം ശങ്കരവാര്യർ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? ഉത്തരം സി അച്യുതമേനോൻ. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ്? ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കാലടി.
ഉത്തരം കാലടി. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ഏതാണ്? കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചിത്രകൂടം. പെരിയാർ എവിടെ വെച്ചാണ് രണ്ടായി പിരിഞ്ഞ് മംഗലപ്പുഴ മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ എവിടെ വെച്ചാണ് പെരിയാർ രണ്ടായി പിരിഞ്ഞ് മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെയാവുന്നത്? ഉത്തരം ആലുവ. ഉത്തരം ആലുവ. 1600 നടന്ന സ്ഥലം ഏതാണ്? 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എവിടെ? എറണാകുളം ജില്ലയുടെ ആസ്ഥാനം ഉത്തരം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1964. 1964. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978. 1978. ആസ്ഥാനം കൊച്ചിയാണ്. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള ആഘോഷമായ അത്തച്ചമയം നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള ജില്ല എന്നിവ എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ലയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള ജില്ലയും എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താനിക്കാട്. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താനിക്കാട്. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് കളമശ്ശേരി. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് കളമശ്ശേരി. പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. ദേശീയ നിയമ സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ്. ദേശീയ നിയമ സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ കൊച്ചി കായൽ. വിനോദസഞ്ചാര വികസനത്തിനായി സംഘടിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായലാണ് കൊച്ചി കായൽ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് മാക്കാച്ചിക്കാട. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് മാക്കാച്ചിക്കാട. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് തൃപ്പൂണിത്തുറ. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. ഗോശ്രീ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചിയിലെ കൊച്ചി. കൊച്ചിയിലെ ആദ്യ ദിവാനാണ് കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാനായിരുന്നു കേണൽ മൺറോ. ബിനാലെയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. ബിനാലെയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിലാണ്. മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ഇടുക്കി. ഇടുക്കി ജില്ല രൂപീകൃതമായത് 1972 ജനുവരി 26-ന്. ഇടുക്കി ജില്ല രൂപീകൃതമായത് 1972 ജനുവരി 26. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയെയാണ്.
കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയും ഇടുക്കിയാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ലയും ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയും ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയും ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ഇടുക്കി ജില്ലയിലെ പള്ളിവാസലിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ തേക്കടി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ തേക്കടി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇടുക്കി ജില്ലയിലെ ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ഇരവികുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം. ഒരു സവിശേഷ സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഒരു സവിശേഷ സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇന്ത്യയിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ആദ്യ മാതൃകാ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം. ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ പെരിയാർ. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്താണ് വട്ടവട. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്താണ് വട്ടവട. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇടുക്കി ജലസംഭരണിയുടെ നിർമ്മാണത്തിന് സഹകരണങ്ങൾ നൽകിയ രാജ്യമാണ് കാനഡ. ഇടുക്കി ജലസംഭരണിയുടെ നിർമ്മാണത്തിന് സഹകരണങ്ങൾ നൽകിയ രാജ്യമാണ് കാനഡ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ കേരള സർക്കാർ കുടിയൊഴിപ്പിച്ച ടൗൺഷിപ്പാണ് അയ്യപ്പൻ കോവിൽ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ കേരള സർക്കാർ കുടിയൊഴിപ്പിച്ച ടൗൺഷിപ്പാണ് അയ്യപ്പൻ കോവിൽ. പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ കുമളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ കുമളി. കേരളത്തിലെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. കേരളത്തിലെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് മൂന്നാർ. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് മറയൂർ.
പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയെയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയെയാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന സ്ഥലത്തെയാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന പ്രദേശത്തെയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ ആറിലാണ്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയാറിലാണ്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ചത് തിരുവിതാംകൂർ രാജാവായ ചിത്തിര തിരുനാളാണ്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ചത് തിരുവിതാംകൂർ രാജാവായ ചിത്തിര തിരുനാളാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനിക്വിക്കാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനിക്വിക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. മുനിയറകൾക്ക് പ്രസിദ്ധമായ ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് മറയൂർ. മുനിയറകൾക്ക് പ്രസിദ്ധമായ ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് മറയൂർ. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് രാമക്കൽമേട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് രാമക്കൽമേട്. ഇടുക്കി ജില്ലയിൽ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് മാട്ടുപ്പെട്ടി. ഇടുക്കി ജില്ലയിൽ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് മാട്ടുപ്പെട്ടി. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവ. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് മലകൾക്കിടയിലാണ്? ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് മലകൾക്കിടയിലാണ്? ഉത്തരം കുറവൻ കുറത്തി മലകൾക്കിടയിൽ. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. കേരളത്തിൽ വരയാടുകളെ കാണപ്പെടുന്ന ഏക സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ രാജമല. കേരളത്തിൽ വരയാടുകളെ കാണപ്പെടുന്ന ഏക സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ രാജമല. പുറന്തോട്ടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലമാണ് ചിന്നാർ സാങ്ച്വറി. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലമാണ് ചിന്നാർ സാങ്ച്വറി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട. വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് വട്ടവട. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് ദേവികുളത്ത് നിന്നും 1-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റോസമ്മ പുന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ദേവികുളത്ത് നിന്ന് 1-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റോസമ്മ പുന്നൂസാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയെ. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയും ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ജില്ലയും ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികൾ ഉള്ള ജില്ലയും ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് കുമളി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് കുമളി ഗ്രാമപഞ്ചായത്ത്.
കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം ലേലകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം ലേലകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്. സംസ്ഥാന സർക്കാർ കുടിവെള്ള ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ്. ഹില്ലി അക്വ എന്നാണ് സംസ്ഥാന സർക്കാർ കുടിവെള്ള പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ കുടിവെള്ള ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന ഹില്ലി അക്വ എന്ന പേരിലെ കുടിവെള്ള ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ്. കേരളത്തിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ്. കേരളത്തിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ. ഇടുക്കി ജലവൈദ്യുത പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസിയാണ് കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി ജലവൈദ്യുത പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസിയാണ് കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി കാവേരിയിൽ പതിക്കുന്ന നദിയാണ് പാമ്പാർ. ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി കാവേരിയിൽ പതിക്കുന്ന നദിയാണ് പാമ്പാർ. പീർ മുഹമ്മദിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പീരുമേട്ടിലാണ്. പീർ മുഹമ്മദിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പീരുമേട്ടിൽ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ആ സ്ഥലത്തിന് പീരുമേട് എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏക ഗോത്രവർഗ രാജാവ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോഴിമല അഥവാ കോവിൽമലയാണ്. കേരളത്തിലെ ഏക ഗോത്രവർഗ രാജാവ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോഴിമല അഥവാ കോവിൽമലയിലാണ്. കേരളം തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ഏക പ്രദേശം കാന്തല്ലൂർ. കേരളത്തിലെ ജില്ലകളിൽ ഇന്ന് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. തൃശ്ശൂർ ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം ജലസേചന സൗകര്യങ്ങളുള്ള ജില്ല എന്നിവ തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം ജലസേചന സൗകര്യങ്ങളുള്ള ജില്ല എന്നിവ തൃശ്ശൂർ ജില്ലയാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കേരളത്തിൽ യഹൂദന്മാരുടെ ആദ്യ സങ്കേതമാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ. കേരളത്തിലെ യഹൂദന്മാരുടെ ആദ്യ സങ്കേതമായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലവും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലവും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമമാണ് തയ്യൂർ. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമമാണ് തയ്യൂർ. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജാണ് വരവൂർ. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജാണ് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ. EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടകര. EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടകര. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. ഇന്ത്യയിലെ ഏറ്റവും ജലവൈവിധ്യമുള്ള നദിയാണ് തൃശ്ശൂർ ജില്ലയിൽ കൂടി ഒഴുകുന്ന ചാലക്കുടി പുഴ. ഇന്ത്യയിലെ ഏറ്റവും ജലവൈവിധ്യമുള്ള നദിയാണ് തൃശ്ശൂർ ജില്ലയിൽ കൂടി ഒഴുകുന്ന ചാലക്കുടി പുഴ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരമാണ് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ പൂരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന പൂരമാണ് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. പ്രാചീനകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. പ്രാചീനകാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരെയാണ്. ഗുരുവായൂരിനെയാണ് ദക്ഷിണ ദ്വാരക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിന്ന റോം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ. ചിന്ന റോം എന്നറിയപ്പെടുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏവുപ്രാസിയമ്മയെ. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏവുപ്രാസിയമ്മ. കാലാഹിരൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് IM വിജയൻ. കാലാഹിരൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് IM വിജയൻ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ. ആതിരപ്പള്ളിയെ ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആതിരപ്പള്ളിയെ ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തൃശ്ശൂർ പൂരം തുടങ്ങിവെച്ചത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് 1930 വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് 1930 വള്ളത്തോൾ നാരായണ മേനോൻ. തേക്കിൻകാട് മൈതാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തേക്കിൻകാട് മൈതാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ. കേരളത്തിലെ ആദ്യത്തെ അന്ധവിദ്യാലയം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് 1934 KT മാത്യു ആണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ അന്ധവിദ്യാലയം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് 1934 KT മാത്യു സ്ഥാപിച്ചു. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ നിയമസഭാംഗമായ ഡോക്ടർ AR മേനോൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളയാളാണ്. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ നിയമസഭാംഗമായ ഡോക്ടർ AR മേനോൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളയാളാണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഗുരുവായൂരിലാണ്. കേരളത്തിലെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഗുരുവായൂരിലാണ്. ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ ഒരു ഗോള നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലം മഹോദയപുരം. ചേര രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ ഒരു ഗോള നിരീക്ഷണശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് മഹോദയപുരം. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ പുനർജനി ഗുഹ തൃശ്ശൂർ ജില്ലയിലെ വില്വാദ്രി മലയിലാണ്. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ പുനർജനി ഗുഹ തൃശ്ശൂർ ജില്ലയിലെ വില്വാദ്രി മലയിലാണ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമാ നടനാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇന്നസെൻ്റ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമാ നടനാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഇന്നസെൻ്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചേരമാൻ മോസ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂരിനടുത്ത ചേരമാൻ മോസ്ക്. പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ട കേരളത്തിലെ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. പ്രാചീന ഭാരതത്തിലെ കവാടം എന്നറിയപ്പെട്ട കേരളത്തിലെ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ധർമ്മരാജാവ് നിർമ്മിച്ച നെടുങ്കോട്ടയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ധർമ്മരാജാവ് നിർമ്മിച്ച നെടുങ്കോട്ടയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്ത് കാവിലാണ്.
കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുളങ്കുന്നത്തുകാവിലാണ്. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ്. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം വെള്ളാനിക്കര. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട. കേരളത്തിൽ ഭരതന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിൽ ഭരതന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ മാത്രമാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമാണ്. ഗുരുവായൂരിലെ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച് ഹിതപരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനിയാണ്. ഗുരുവായൂരിലെ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച് ഹിതപരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനിയാണ്. തൃശ്ശൂർ കളക്ടറായിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങൾ വിനോദ് റായിയെ രണ്ടാം ശക്തൻ തമ്പുരാൻ എന്ന പേര് നേടിക്കൊടുക്കുന്നതിന് കാരണമായി. തൃശ്ശൂർ കളക്ടറായിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങൾ വിനോദ് റായിക്ക് രണ്ടാം ശക്തൻ തമ്പുരാൻ എന്ന പേര് നേടിക്കൊടുക്കുന്നതിന് കാരണമായി. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് AKG ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് AKG ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രോഗമോക്ഷാർത്ഥം രചിച്ചതാണ് നാരായണീയം എന്ന് കരുതപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രോഗമോക്ഷാർത്ഥം രചിച്ചതാണ് നാരായണീയം എന്ന് കരുതപ്പെടുന്നു. ചേരമാൻ പെരുമാളിൻ്റെ പ്രതിഷ്ഠ കാണപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം. ചേരമാൻ പെരുമാളിൻ്റെ പ്രതിഷ്ഠ കാണപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തെയാണ്. ദക്ഷിണ കൈലാസം എന്ന പേരിൽ അറിയപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തെ. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ മെമ്മോറിയലാണ്. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ മെമ്മോറിയൽ. തൃശ്ശിവ പേരൂർ എന്നായിരുന്നു തൃശ്ശൂർ ജില്ല ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. തൃശ്ശിവ പേരൂർ എന്നായിരുന്നു തൃശ്ശൂർ ജില്ല ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ലയും തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ ടൗൺഷിപ്പാണ് ഗുരുവായൂർ. കേരളത്തിലെ ആദ്യ ടൗൺഷിപ്പാണ് ഗുരുവായൂർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ. കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം. കേരളത്തിൽ ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം. സെൻറ് തോമസ് കേരളത്തിൽ സന്ദർശിച്ച സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ മാല്യങ്കര. സെൻറ് തോമസ് കേരളത്തിൽ സന്ദർശിച്ച സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ മാല്യങ്കര. കൂടൽമാണിക്യ ക്ഷേത്രത്തിന് സമീപത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു കുട്ടംകുളം സമരം. കൂടൽമാണിക്യ ക്ഷേത്രത്തിന് സമീപത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു കുട്ടൻകുളം സമരം. മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്? മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ഉത്തരം കെ കരുണാകരൻ. ഉത്തരം കെ കരുണാകരൻ.